കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച സമയം തൊട്ട് എല്ലാവരും വന്നിട്ട് കമന്റ് ബോക്സിലും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് നിങ്ങളുടെ ഓപ്പോസിഷൻ ലീഡർ, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്? നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ആരാണ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവെന്ന്? അതെ, ഞങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു. ആ പേര് കേട്ടൊന്ന് ഞെട്ടാൻ നിൽക്കണ്ട കേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അതെ, കേരളത്തിന്റെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ തന്നെയാണ് ഇത്തവണയും ഇടതുപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഓപ്പോസിഷൻ ലീഡറായിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സഖാവ് മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയൻ തന്നെയാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതാ ഈ കുഞ്ഞു കേരളത്തെ അതാ ഈ ഉള്ളം കൈയിലിട്ട് പൊന്നുപോലെ നോക്കിയ ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഓഗിയും നിപ്പായും കൊറോണയും 2 വെള്ളപ്പൊക്കം വന്നിട്ടും സ്വന്തം നാടിനെതാ കുഞ്ഞു മക്കളെ നോക്കുന്നത് പോലെ മുന്നിലോട്ട് നയിച്ച് ഇന്ത്യയുടെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും കേരളത്തിൻ്റെ മുഖമുദ്ര വളർത്തിയെടുത്ത, ഒരു മുഖ്യമന്ത്രിമാർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പല വികസനങ്ങളും കേരളത്തിൽ നടപ്പിലാക്കിയ കേരളത്തിൻ്റെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനാണ് ഇത്തവണയും കേരളത്തിൻ്റെ ഓപ്പോസിഷൻ ലീഡർ. ഈ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടല്ലേ? ആ പേര് കേൾക്കുമ്പോൾ പൊതുവെ അങ്ങനെയാണ്, പ്രതിപക്ഷത്തിനൊരു പേടിയുണ്ടാവും. കാരണം ആ ജനസ് അങ്ങനെയാണ്. അതാണ് പ്രതിപക്ഷത്ത് 35 പേരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്, ഭരണപക്ഷത്ത് കൊല കൊമ്പന്മാരാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീമ്പിളക്കുന്നവരോട് പറയാനുള്ളത്, ഞങ്ങള് 5 പേര് മതി, 5 പേര്. കനല് ഒരു തരിമതി എന്ന് പറയുന്ന കണക്കാണ്. കനല് ഒരു തരിമതി എന്ന് പറയുന്ന കണക്കാണ്. 35 പേര് ആ 102 പേരാ ചായ് ഞായ് പായ് മാ ആ 5 ഗ്യാരണ്ടികളാണ്. ഇതാ ഓർപ്പിക്കുകയാണ്, 5 ഗ്യാരണ്ടികൾ. ആദ്യത്തെ ക്യാബിനറ്റ് പാസ്സാക്കിയിട്ട് ആദ്യം പറയുന്നത് നിങ്ങൾ എന്താണെന്നറിയോ? 3000 രൂപ പെൻഷൻ, 21,000 രൂപ മറ്റേ ആശാ വർക്കർമാർക്ക് നടപ്പിലാക്കും. അതേപോലെ തന്നെ ഏറ്റവും വലുത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പോരാ, കോളേജിൽ പഠിക്കുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് 1000 രൂപ പെൻഷൻ. അങ്ങനെ ഒരുപാട് ഇന്ദിരാ ഗ്യാരണ്ടികളൊക്കെ പറഞ്ഞതാണ്, നടപ്പിലാവും. കാരണം പ്രതിപക്ഷത്തിരിക്കുന്നത് പഴയ ഇടതുപക്ഷമല്ല. അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ്. പേര് മറക്കണ്ട, മുണ്ടയിൽ കോരന്റെ മകൻ സഖാവ് പിണറായി മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതുകൊണ്ട് പൊളിക്കൂല മക്കളെ, അപ്പൊ പൊളിക്കും.